ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്ട്രോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയുന്നത് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഹാൻഡിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കിൽ ഗാർഡ് അതെങ്ങനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡ്, അതുപോലെ എയർ ഫിൽറ്റർ, പ്ലഗ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ചിൻ്റെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റും ബോസറുടെ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബെൽറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കില്ല. ചെറിയൊരു കാലത്ത് സ്റ്റാർട്ടിംഗ് ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അതിന് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലിൽ ചെറിയ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ അതിൻ്റെ ഈ ഓയിൽ സീലൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വെൻഡെക്സ് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വർക്കിംഗ് കറക്റ്റാണ്, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിടാം. അതുപോലെ എഞ്ചിൻ്റെ ഈ ഭാഗത്ത്, ഹെഡിൻ്റെ ഈ ഭാഗത്തുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നില്ല. ഈ കവറിൽ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്, റബ്ബർ ഗ്യാസ്കറ്റാണ്, അതിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അതൊന്ന് അയച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റ് നമുക്ക് കൈയോടെ മാറ്റിയിടാം. നമ്മൾ പ്ലഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിലിന് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു, ഹാൻഡിലിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഹാൻഡിലിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് കാണിക്കുന്നത് ചെറിയൊരു സൈഡ് വലിവ് കാണിക്കുന്നത് ഈ ടയറിൻ്റെ ആണ്, ഫ്രണ്ട് ടയറിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം അതിൻ്റെ ഫ്രണ്ട് ടയറും മാറ്റാറായിട്ട്. അപ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ വീൽ ബാരിങ്ങിന് ചെറിയൊരു ഷേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടയർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ വീൽ ബാരിങ് കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതുപോലെ ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിൾ, ഇത് ബാക്കിലോട്ട് സപ്പോർട്ട് ചെയ്യണ ഒരു കേബിളാണ്, കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ. അതുപോലെ ഫ്രണ്ടിലെ ബ്രേക്ക് കേബിൾ, 2 ഔട്ടർ വലിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്സൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതന്നെ ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെ കംപ്ലയിൻറ്റാണ് കാണിക്കുന്നത്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പറഞ്ഞിട്ടുള്ള ഒരു ബാറ്ററിയാണ്, കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ, ചാർജ് ചെയ്താൽ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.476 ആ റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ചാർജ് ചെയ്താൽ കിട്ടുമെങ്കിൽ നമുക്കത് ലോ ആയിട്ട് കാണിച്ചാൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ലെങ്കിൽ ഓക്കെ ആയിട്ട് കാണിച്ചാൽ മതി. ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, ആ റെഡ് ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ് സെൽഫ് വർക്ക് ചെയ്യാത്ത കാരണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട്, അപ്പോൾ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിൽ വീലും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രേക്കിൻ്റെ പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ്, അപ്പോൾ ബാക്ക് വീലും കൂടി നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യും. ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബ്രേക്ക് ഷോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് വേറെ ഈ ബാക്കിൽ ഈ ടൈലറ്റിൻ്റെ ഇവിടെ പൊട്ടിയിരിക്കുകയാണ്, ഈ ഭാഗത്തൊക്കെ പൊട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ ഗാർഡ് കറക്റ്റാക്കാൻ പറഞ്ഞത്, ഗാർഡ് കറക്റ്റാക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേറെ ഒരു പീസ് വരും, അത് ഈ പീസ് ഇതിലില്ല. അപ്പോൾ ഗാർഡ് ഒന്നല്ലെങ്കിൽ അഴിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അഴിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറെ അങ്ങനെ പറയപ്പെട്ട കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട്. എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പം ഈ ബോഡി കവറാണ് അയച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇങ്ങനെ ഒരു സർവീസിൽ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യോടെ അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇങ്ങനെ വാഷിങ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി ഇന്നത്തേക്ക് ആവില്ല. വണ്ടി ഒന്ന് വർക്ക് ചെയ്തിട്ട് വണ്ടി വാഷിങ്ങിന് നാളെ പോകുള്ളൂ. അപ്പോൾ വാഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. എവിടെയെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കയ്യോടെ പെയിൻ്റൊക്കെ ടച്ച് ചെയ്തിട്ട് പോകാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൻ്റെ 2 ബ്രേക്കിൻ്റെ കേബിള്, ഫ്രണ്ടിലെ ടയറ്, വീൽ ബെയറിങ്, അതുപോലെ ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിള്, ഇതെല്ലാം കൂട്ടിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ വാഷിങ്ങിൻ്റെ കേസൊന്ന് ഞാൻ ഫുള്ളായിട്ട് അയച്ചു വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതിടാം. നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.